ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് വൈൽഡ് സ്റ്റോൺ കോഡ് നോവ എന്ന പെർഫ്യൂമാണ്. സോ ഇത് വൈൽഡ് സ്റ്റോൺ ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് തന്നത്. ഒന്ന് ചെറുതരണം, ഒന്ന് വലുതരണം. ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് 233 റുപ്പീസിന് വൈൽഡ് സ്റ്റോണിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അതിനുള്ള പെർഫ്യൂം ഉണ്ടോ എന്നുള്ളത്. സോ ഇത് വൈൽഡ് സ്റ്റോൺ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഡ് സീരീസിൽ പെട്ട 3 ഡിയോഡറൻസ് ഉണ്ടായിരുന്നു. അതിൽ പെട്ട ഒരെണ്ണമാണിത്, കോഡ് നോവ എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് ഓക്കെ, ഇതിങ്ങനെയാണ് കളറ്. നമ്മുടെ കോഡ് സ്റ്റീൽ പെർഫ്യൂം എങ്ങനെയാണോ വന്നിരുന്നത് സെയിം സംഭവം തന്നെ, വേറെ പ്രത്യേകിച്ച് ഡിഫറൻസുകളൊന്നുമില്ല. ഫ്രാഗ്രൻസും നല്ലത് തന്നെയാണ്. ഇത്ര സമയമായിട്ട് ഓപ്പൺ ആക്കിയില്ലേ? ഓപ്പൺ ആകാൻ പറ്റുന്നില്ല. എന്താ ഓക്കെ, കാണിച്ചു കൊടുത്തേ. ഓക്കെ, അതങ്ങനെയാണ് പെർഫ്യൂം, ചെറിയ 10 ml. അപ്പോൾ ഇതിപ്പോൾ എൻഗേജ് ആണ് ഈ ഒരു സംഭവം ഞാൻ ഫസ്റ്റ് കണ്ടത്, വലിയ പെർഫ്യൂമിൻ്റെ കൂടെ ചെറിയ പെർഫ്യൂം. ഓക്കെ, ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സ്നിഫ് ചെയ്തേക്കാം അതിൻ്റെ ഫ്രാഗ്രൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ഇത് എന്തിൻ്റെ ഫ്രാഗ്രൻസിലേക്കാണ് ഇത് പോണത് എന്നുള്ളതിൻ്റെ ഒരു ഹിന്റ് നമുക്ക് കിട്ടും. ഓക്കെ, കിട്ടുന്നുണ്ടോ? സ്മെല്ല് കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഫ്രഷ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആംബർ നോട്ട്സ് ഉണ്ട്. ആ ഒരു ഡാർക്ക് സ്മെല്ല്, ഒരു ഡാർക്ക് സ്മെല്ലുണ്ടാ, എന്തിൻ്റെയൊക്കെ ഒരു കയ്പുള്ള പോലെ തോന്നുന്നുണ്ടാ. അതായത് ഇതിന്റെ ഓപ്പണിങ് മുതലേ ഒരു സ്പൈസി ഫ്രഷ്നെസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു ആംബർ നോട്ട്സും. നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട്, അതിന്റെ കൂടെ പിന്നെ സ്പൈസി നോട്ട്സ്, പെപ്പർ, കാഡമം, അങ്ങനത്തെ കുറച്ച് സ്പൈസി ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു അരോമാറ്റിക്, ചെറിയ രീതിയിലേക്ക് ഒരു അരോമാറ്റിക് ടച്ച് ഇതിന്റെ മിഡിൽ നോട്ട്സിന് വരുന്നുണ്ട്. ഡ്രൈ ഡൗണിക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇത് ഡാർക്ക് ആയിട്ട് ഒരു ആംബർ പ്ലസ് ഒരു ചെറിയ ഒരു വുഡി ആംബർ, പിന്നെ സ്പൈസിനെസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള കുറച്ചൊരു ഡാർക്ക് സെന്റിലേക്ക് പോവാണ്. സോ അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു പാർട്ടി പെർഫ്യൂമാണ്. ഇത് ഏത് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ അത് ഇതിനെങ്ങനെ പൊക്കി കാണിക്കണ്ടേ? അത് കൈ പിടിച്ചു തന്നോ ട്ടാ. ഓക്കെ, അപ്പോൾ ഇത് ഏത് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ ഇത് ടോം ഫോർഡിന്റെ നോവ എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. ആക്ച്വലി ഒരു സ്ട്രൈറ്റ് ക്ലോൺ ആയിട്ട് തന്നെ നമുക്ക് തോന്നും. പിന്നെ എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസും അതിൻ്റെ പ്രസൻറ്റേഷൻ, ഓയിലും കാര്യങ്ങളും എല്ലാം നല്ല പെർഫ്യൂം യൂസ് ചെയ്ത ഒരു ഫീല് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എനിക്ക് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമുക്കൊരു 45 minutes to 1 hour വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യും. അവിടുന്ന് ഒരു 2.5 to 3 hours വരെ ലാസ്റ്റ് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഡിയോഡറൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം ഒരു കൊളോൺ എന്തെങ്കിലും വിളിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേ ഇത് ഉണ്ടാവുള്ളൂ. കാരണം ചെറിയ പ്രൈസിന് കിട്ടുന്ന സാധനമാണ്. ഇതും ബോഡി പെർഫ്യൂം തന്നെയാണ്. സോ ഇത് രണ്ടും ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ അതെങ്കിൽ കരുതിയത് EDP ഒക്കെ ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ടും ബോഡി പെർഫ്യൂം അഥവാ ഒരു കൊളോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ പെർഫോമൻസ് അങ്ങനെയാണ് കിട്ടുന്നത്. മാക്സിമം ഒരു 2.5 to 3 hours വരെ ലാസ്റ്റ് ചെയ്യും. ബട്ട് നമ്മൾ ഡ്രസ്സിലേക്ക് അപ്ലൈ ചെയ്ത് അത്ര പുറത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും നിൽക്കുന്നുണ്ട്. ഒരു 4+ hours ഒക്കെ സാധനം നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടമാണെങ്കിൽ, അതായത് ചെറിയൊരു സ്വീറ്റ് ഹിൻഡും വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പറ്റുന്നതാണ്. ഒരു സ്പൈസി സ്മോക്കി ഫ്രഷ്നെസ്സും അതിൻ്റെ കൂടെ കുറച്ചൊരു ചെറിയൊരു രീതിക്കുള്ള ഒരു സ്വീറ്റ്നെസ്സും പിന്നെ കുറച്ചൊരു അരോമാറ്റിക് നോട്ട്സും ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു സ്പൈസി ആൻഡ് ആംബർ ഫ്രാഗ്രൻസ് അത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് ഓംബ്ര ലെതർ, പിന്നെ അതേപോലത്തെ കുറച്ചൊരു ഡാർക്ക് സൈഡിൽ നിൽക്കുന്ന പെർഫ്യൂംസ്, അത്തരം ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ ഒരു സാധനമാണിത്. ഇത് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസ് യൂസിന് പറ്റുമെന്ന് ചോദിച്ചാൽ ലൗഡർ ആവരുത്, അല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒപ്പീനിയനിൽ ഇത് നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിവേസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye. ഓക്കെ.